മുട്ടക്കറി നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുക്കറിനെ വേണമെന്നില്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാലയ്ക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. 2 വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ തേങ്ങ ചിരവിയത് ഒരു 3/4 കപ്പാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളിയും ഒരു 2-3 അല്ലി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. വറുത്ത് നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഒരു തേങ്ങയുടെ ഒരു കളറൊന്ന് മാറി വരണം കേട്ടോ. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഈ ഒരു കളറായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്കൊരു 6-7 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പുഴുങ്ങി തോട് കളഞ്ഞിട്ടുള്ള മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പത്തിരിയിലേക്കോ ചപ്പാത്തിയിലേക്കോ അപ്പത്തിലേക്കോ നൂൽപുട്ടിലേക്കോ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.